ലോജിക്കൽ റീസണിങ് ആണ് കേട്ടോ. അപ്പൊ ലോജിക്കൽ റീസണിങ്ങിൽ ലാസ്റ്റ് ചെയ്ത ഡെയിലി ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെല്ലാം, അറിയുന്ന പോലെ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ആർ കണക്റ്റഡ് ബൈ. ആ കണക്ട് ചെയ്യുന്ന വേർഡിന് പറയുന്ന പേരെന്താന്നാണ് ക്വസ്റ്റ്യൻ. വലിയ കുഴപ്പമില്ലാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 10 ക്വസ്റ്റ്യനും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എത്ര എണ്ണം ശരിയാക്കി എന്നുള്ളതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കേട്ടോ. എക്സാം ഒക്കെ അടുക്കാനായി. അപ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാന്ന് വിചാരിച്ചാൽ മതി, അതിൽ വറിയാവുമെന്ന് വേണ്ട. ശരിയായാലും തെറ്റായാലും ജസ്റ്റ് നിങ്ങളെ മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് സ്കോർ എഴുതി വെക്കണേ. നമുക്ക് ലാസ്റ്റ് എത്ര സ്കോർ ഉണ്ട് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ കുറെ ആളൊക്കെ ആൻസർ ചെയ്തു. നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്നും എന്താണ് ഇതിന്റെ ആൻസർ വരിക എന്നൊക്കെ നോക്കാം. സോ ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു 2 കാറ്റഗറീസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയാ കമ്പയർ ചെയ്ത് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ, ഒരു ഗ്രൂപ്പിന്റെ ഫീച്ചറിനെ, അതായത് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ടെൽ us സംതിങ് അബൌട്ട് എ ഗ്രൂപ്പ് ഓർ കാറ്റഗറി, ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയെ കുറിച്ച് നമ്മളോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കോപ്പുല ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് സബ്ജക്റ്റ്? എന്തിനെ കുറിച്ചാണോ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പൊ എന്തായിരിക്കും പ്രെഡിക്കേറ്റ്? എന്താണോ നമ്മൾ ആ സബ്ജക്റ്റിൽ നിന്ന് അസേർട്ട് ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഇനി എന്താണ് കോപ്പുല? ഈ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഉണ്ടായിരിക്കും. ആ ലിങ്കിങ് വേർഡിനെയാണ് നമ്മൾ കോപ്പുല എന്ന് പറയാം. പിന്നെ നമുക്ക് കോപ്പുല എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയാറുള്ള ഒരുപാട് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എക്സാമ്പിൾസിൽ കോപ്പുല എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഉണ്ടാവുക നോക്കാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്, ആർ, ഈസ് നോട്ട്, ആർ നോട്ട്, ഇങ്ങനെയൊക്കെയുള്ള ടേംസ് ഇല്ലേ, ഇതിനെയാണ് യൂഷ്വലി നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? കോപ്പുല എന്ന് പറയാറുള്ളത്. ഈ കോപ്പുല കണ്ടിട്ടാണ് നമ്മൾ അത് അഫേമിംഗ് ആണോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഡിനയൽ ആണോ, അതായത് ഈസ് നോട്ട് എന്ന് പറയുമ്പോൾ അത് ഡിനയൽ ആയിരിക്കും, ഈസ് മാത്രമാണെങ്കിൽ അഫേമിംഗ് ആയിരിക്കും. അപ്പം വെറുതെ ഒരു ടേം അവിടെ കൊടുക്കുന്നതല്ല, അതിന് കൃത്യമായ റോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ നമ്മളൊരു പെർട്ടിക്കുലർ കാര്യം എക്സ്ക്ലൂഡഡ് ആണോ ആ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോപ്പുല നോക്കിയിട്ടായിരിക്കും. സോ ഇപ്പൊ നമ്മൾ ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്നുള്ള ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആർ എന്ന് പറയുന്ന ടേം ആയിരിക്കും എന്ത്? കോപ്പുല. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണക്ട് ചെയ്യുന്ന വേർഡിന് പറയുന്ന പേരെന്താണ് എന്നാണ്. അതിന്റെ പേരെന്താണ്? എല്ലാവരും ആൻസർ ചെയ്തതുപോലെ കോപ്പുലയാണ് കേട്ടോ. ഓക്കെ, അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അനലോജിക്കൽ റീസണിങ്ങിന്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അനലോജിക്കൽ റീസണിങ് ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ സീക്വൻസ്. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പ്രോസസ്സ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. Draw conclusion, evaluate the strength of the analogy, assess relevance of similarity, detect common feature, identify the source and target domain. ഞാൻ സ്പീഡ് കൂടുണ്ടെങ്കിൽ പറയണം, അതല്ല ഈ പേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആൻസർ ചെയ്യുന്നവർ ചെയ്തോളൂ. നമുക്ക് എന്താണ് അനലോജിക്കൽ റീസണിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ പ്രോസസ്സ് ഒന്ന് നോക്കിയതിന് ശേഷം ആൻസറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അനലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അനലോജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിമിലാരിറ്റീസ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് അനലോജി എന്ന് പറയാം. അപ്പൊ അനലോജിക്കൽ റീസണിങ്ങും അത് തന്നെയാണ്. 2 സിറ്റുവേഷൻസിനെ കമ്പയർ ചെയ്യുന്നു, അതിൽ നിന്നും ഒരു കൺക്ലൂഷനെ സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൈനൽ ചെയ്തിട്ട് കൺക്ലൂഷൻ ആക്കി എടുക്കുന്നു. ഇതിനെയാണ് അനലോജിക്കൽ റീസണിങ് എന്ന് പറയാം. സിംപ്ലി കമ്പയറിംഗ് ആണ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് വെച്ചുകൊണ്ടുള്ള ഒരു റീസണിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സോഴ്സും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എന്താണ് സോഴ്സ്? ദ ഫെമിലിയർ സിറ്റുവേഷൻ യൂസ്ഡ് ഫോർ കമ്പാരിസൺ. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ,
നമ്മുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടയർ ഭയങ്കര തിന്നായിരുന്നു. അപ്പൊ ഈ തിന്നായിട്ടുള്ള സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇത് പിന്നെ അത്യാവശ്യം റെയിനി ആയിട്ടുള്ള കണ്ടീഷനിൽ ഓടിക്കുന്ന സമയത്ത് സ്ലിപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിൾ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. പുതിയൊരു സൈക്കിൾ വാങ്ങാൻ പോയി. അതിന്റെ ടയറും തിന്നാണ്. ഇത്രയും ഈ സെനാരിയോ കംപ്ലീറ്റ്ലി മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഓരോരോ പ്രോസസ്സിൽ പോകുമ്പോൾ ഇത് എങ്ങനെ ഇതിലേക്ക് എക്സംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഐഡന്റിഫൈ സോഴ്സ് ആൻഡ് ടാർഗറ്റ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സോഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഫെമിലിയർ സിറ്റുവേഷൻ യൂസ്ഡ് ഫോർ കമ്പാരിസൺ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഫെമിലിയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന ആ സൈക്കിളും അതിന്റെ ടയറും ആണ്. ഇനി ഇതിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാത്ത ഒരു അൺനോൺ സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സിറ്റുവേഷൻ കൊണ്ടേ കമ്പയർ ചെയ്യാണ്. അപ്പൊ എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഞാൻ വാങ്ങാൻ പോകുന്ന ആ സൈക്കിളിന്റെ ടയർ ആയിരിക്കും. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യവും ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പോകുന്ന കാര്യവും ആയിരിക്കും. ഇനി ഡിറ്റക്ട് കോമൺ ഫീച്ചേഴ്സ്. ഇപ്പം രണ്ടിലും കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ തിന്നായിട്ടുള്ള ടയർ, എൻ്റെ പഴയ സൈക്കിളിനും തിന്നായിട്ടുള്ള ടയറായിരുന്നു, ഇപ്പോൾ ഉള്ള സൈക്കിളിനും തിന്നായിട്ടുള്ള ടയറാണ്. സോ ഇതാണ് ഇവിടെ സിമിലാരിറ്റീസിന്റെ കേസിൽ വരിക. ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോകാം കേട്ടോ. നമ്മൾ സിമിലാരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നു. ആദ്യം സോഴ്സും ടാർഗറ്റും തിരിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ സിമിലാരിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? റെലവെന്റ് ആയിട്ടുള്ള സിമിലാരിറ്റീസിനെ അസസ് ചെയ്യും. അപ്പൊ ഇവിടെ റെലവെന്റ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് എന്താണ്? തിൻ ടയർ ആണ് എങ്കിൽ വെള്ളമുള്ള ഇതിലൂടെ പോകുന്ന സമയത്ത് സ്ലിപ്പ് ആകും. അപ്പൊ അത് തിൻ ടയർ ആയിട്ടുള്ള എല്ലാ സൈക്കിൾസിനും ഉള്ളതാണ് എന്നുള്ളത് ഒരു റെലവെന്റ് ആയിട്ടുള്ള സിമിലാരിറ്റിയാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും. സൈക്കിളിന്റെ കളർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമിലാരിറ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു റെലവെന്റ് സിമിലാരിറ്റി ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ പർപ്പസ് എന്താണോ അതുമായിട്ട് ബന്ധമുള്ള സിമിലാരിറ്റീസ് എന്താണോ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുക. അതുകൊണ്ടാണ് റെലവൻസ് ഓഫ് സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞത്. ദെൻ ഇനി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലുള്ള പ്രോസസ്സ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒരു പ്രോസസ്സായി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്റൻഷനലി റീസൺ ചെയ്തെടുക്കാത്തത് കൊണ്ടാണ്. ഇന്റൻഷനലി റീസൺ ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഈ പ്രോസസ്സിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഡ്രോ എ കൺക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവസാന തീരുമാനത്തിലെത്തി. എന്ത്? നമ്മുടെ പഴയ സൈക്കിളിലും തിൻ ടയർ ആയിരുന്നു, അത് സ്ലിപ്പ് ആവുന്നുണ്ട്. പുതിയതായിട്ട് കാണുന്ന സൈക്കിളിലും തിൻ ടയർ ആണ്, സോ അതും സ്ലിപ്പ് ആകും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ നമ്മുടെ അനലോജി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യും. നമ്മൾ ബാക്കിയുള്ള എല്ലാ ടെക്നിക്കാലിറ്റീസും നോക്കുന്നു, ആ ഷോപ്പിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നു, ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ എടുക്കുന്നു. ഫൈനലി നമ്മൾ എന്ത് തീരുമാനിക്കും? അതൊരു സ്ട്രോങ് അനലോജി ആണോ അല്ലെങ്കിൽ വീക്ക് അനലോജി ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. തിന്നായിട്ടുള്ള ടയർ ആണെങ്കിലും ഇതിന് വേറെ കുറെ ടെക്നിക്കൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് ഷോപ്പിൽ ഓണർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അനലോജി എന്തായിരുന്നു? വീക്ക് ആയിട്ടുള്ള ഒരു അനലോജി ആയിരുന്നു. മോർ ദാൻ ടയറിന്റെ തിക്നെസ് സ്ലിപ്പ് ആവുന്നതിന് വേറെ കുറെ കാരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇനി സ്ട്രോങ് ആയിട്ടുള്ള അനലോജി ആവുന്നത് എപ്പോഴാണ്? സെയിം കമ്പനിയുടെ സെയിം സൈക്കിൾ തന്നെയാണ്, തിൻ ടയർ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഇവിടെ ഇനി നമ്മൾ എന്ത് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇതും സ്ലിപ്പ് ആവും എന്നുള്ളൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തും. സോ അതൊരു സ്ട്രോങ് അനലോജിയിലേക്കാണ് എത്തിച്ചേരുക. സോ ഇതാണ് എൻറ്റയർലി അനലോജിക്കൽ റീസണിങ്ങിന്റെ പ്രോസസ്സ് വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സോഴ്സും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നു, കോമൺ ഫീച്ചേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നു, റെലവെന്റ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് അസസ് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ അതിൽ നിന്ന് ഡ്രോ ചെയ്യുന്നു. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? അനലോജിയുടെ സ്ട്രെങ്ത് അനലൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു അനലോജിക്കൽ റീസണിങ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. സോ ഇതാണ് അതിന്റെ പ്രോസസ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ പറഞ്ഞതുപോലെ ആൻസർ ഡി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ. ഞാൻ നിങ്ങളൊക്കെ നല്ലപോലെ കറക്റ്റ് ആൻസർ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the world is an effect. The world is an effect, and hence it must have an efficient and intelligent cause. That efficient and intelligent cause is God. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ ഇത് ഏത് കൈൻഡ് ഓഫ് നോളജ് ആണ്, ഏത് കൈൻഡ് ഓഫ് മീൻസ് ഓഫ് നോളജ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വരിക? അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ മീൻസ് ഓഫ് നോളജ് 4 എണ്ണാണുള്ളത്. അത് 4 നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആകുന്ന മീൻസ് ഓഫ് നോളജ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ആൻസർ എല്ലാവരും ചെയ്യണ്ടല്ലോ. വെരി ഗുഡ്. ആൻസർ അറിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യാട്ടോ, തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്, പക്ഷെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ന്യായ സ്കൂളിലെ മീൻസ് ഓഫ് നോളജ് എന്നൊക്കെ ഉള്ളത് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. ആൻസർ ചെയ്യുന്നവർ ചെയ്തോട്ടോ. ഓക്കെ, ആസ് പെർ ന്യായ ഫിലോസഫിക്കൽ സ്കൂൾ എത്ര മീൻസ് ഓഫ് നോളജ് ഉണ്ട്? 4 എണ്ണാണ് ഉള്ളത്. പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷ, ഇൻഫറൻസ് അനുമാന, കമ്പാരിസൺ ഉപമാന, വെർബൽ ടെസ്റ്റിമോണി, ശബ്ദ. പിന്നെ ഇത് ഓരോന്ന് എന്താന്നുള്ളത് അറിയാം, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ലോജിക്കൊക്കെ അനീസാറിന്റെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ തവണ പറഞ്ഞും കേട്ടും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസറി ഓർഗൻസ് വഴി നമ്മൾ ഒരു നോളജ് ഗ്രാസ്പ് ചെയ്യുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുക. സിംപ്ലി അത്ര മനസ്സിലാക്കിയാൽ മതി. പ്രത്യക്ഷ ആ പേരിലുണ്ട്. പ്രത്യക്ഷമായി നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നോളജ്, അതാണ് പ്രത്യക്ഷ അല്ലെങ്കിൽ പെർസെപ്ഷൻ നോളജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു മരം കാണുന്നത്, അല്ലെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തൊടുന്ന സമയത്ത്, കുറച്ച് ചൂടായിട്ടുള്ള ഒരു ഹോട്ട് പോട്ട് തൊടുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതൊക്കെ പ്രത്യക്ഷ നോളജിൽ വരുന്നതാണ്. ഇനി എന്താണ് ഇൻഫറൻസ്? ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനിക്കലാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിന് അനുമാനിക്കുന്നു. നമുക്ക് ഇന്ത്യൻ ലോജിക്കിൽ ഏറ്റവും വലിയൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചില വേർഡ്സ് മലയാളം ആയതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നു. ഇതാണ് സിംപ്ലി ഇൻഫറൻസ്. അപ്പോൾ നമ്മൾ പുക കാണുന്ന സമയത്ത് അവിടെ തീ ഉണ്ട് എന്ന് ഇൻഫർ ചെയ്യുന്നു. ഇതാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ത്യൻ ലോജിക്കലി ഇൻഫറൻസിന് യൂസ് ചെയ്യാറുള്ള എക്സാമ്പിൾ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് പോലെ എന്താണ്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കോസ് ഉണ്ടായിരിക്കുമല്ലോ, ആ കോസ് ഗോഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ. അപ്പൊ നമ്മൾ ഈ ബൈ എഫക്റ്റിൽ കാണുന്ന ഈ ലോകം വെച്ചിട്ട് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഉണ്ട് എന്ന് അനുമാനിക്കുകയാണ്. ദെൻ അടുത്തത് വരുന്നത് കമ്പാരിസൺ അനലോജി. നേരത്തെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. അറിയാവുന്ന ഒരു കാര്യത്തിന് അറിയാത്തൊരു കാര്യത്തിലേക്ക് ഇംപ്ലൈ ചെയ്തിട്ട് നമ്മൾ റീസൺ ചെയ്തെടുക്കുന്ന തരത്തിലുള്ള നോളജ് ആണ് അനലോജി, അല്ലെങ്കിൽ ഉപമിച്ചുകൊണ്ട് നമ്മൾ എത്തുക എന്ന് പറയില്ലേ, അത് തന്നെ. ഇനി വെർബൽ ടെസ്റ്റിമോണി അല്ലെങ്കിൽ ശബ്ദ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുടെ വേർഡ്സ് സ്വീകരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ബുക്സ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ PPT കാണുന്നത് വെർബൽ ടെസ്റ്റിമോണിയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് വെർബലാണ്. അത് ഒരേ സമയം വെർബലും പെർസെപ്ഷനുമാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ ടെക്സ്റ്റ് വഴി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുടെ വേർഡ്സ് വഴി എക്സ്പേർട്സ് വഴിയൊക്കെ ഒരു നോളജ് ഗെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയാം, വെർബൽ ടെസ്റ്റിമോണി അല്ലെങ്കിൽ ശബ്ദ എന്ന് പറയാം. സോ ബേസിക്കലി ഇത് 4ഉമാണ് ന്യായ ഫിലോസഫിക്കൽ സ്കൂൾ അംഗീകരിച്ചിട്ടുള്ള മീൻസ് ഓഫ് നോളജ്. ഇത് 4 എണ്ണത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന എക്സാമ്പിൾ ആണ്. ദ വേൾഡ് ഇസ് ആൻ എഫക്ട് ഇൻഫറിങ് എ കോസ്, ദാറ്റ് ഇസ് ഗോഡ് എന്നുള്ളത്. സോ അത് ഏതിലാണ് വരിക? നിങ്ങളൊക്കെ ആൻസർ ചെയ്തതുപോലെ ഇൻഫറൻസിലാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ എല്ലാവരും ആൻസർ ചെയ്തതുപോലെ തന്നെ ഇൻഫറൻസ് ആണ് വരിക. അപ്പോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ 4th ക്വസ്റ്റ്യൻ. കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ചോദിക്കാട്ടോ. സ്പീഡ് കൂടുതലാണെങ്കിൽ അത് പറയാം. ഓക്കെ, ഡിഡക്റ്റീവ് റീസണിങ്ങിനുള്ള എക്സാമ്പിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കറക്റ്റ് ഡിഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് അറിയണമെന്ന് മാത്രം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്, എങ്ങനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് ഒരു വാലിഡ് ഡിഡക്റ്റീവ് റീസണിങ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ അപ്പോ ഒരു ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറൽ റൂൾ ടു സ്പെസിഫിക് കൺക്ലൂഷൻ ആയിരിക്കും. അതെ, വെരി ഗുഡ്. ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും എപ്പോഴും ഡിഡക്റ്റീവ്. അപ്പൊ ഇൻഡക്റ്റീവ് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡക്റ്റീവ്. എന്താണ് ഇൻഡക്റ്റീവ്? ഓക്കെ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് എന്തായിരിക്കും?
സ്പെസിഫിക് എന്തിലേക്കായിരിക്കും പോവുക? അതെ, വെരി ഗുഡ്. സ്പെസിഫിക് ടു ജനറലിലേക്കാണ് പോവുക. ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞില്ല? ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിക്കാം ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ജസ്റ്റ് ഡിഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ച് പറയാം. അപ്പൊ ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളതിൽ നിന്നും എന്തോ പറയുന്നുണ്ടോ? ഹലോ, ഇല്ല അല്ലേ? ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്കായിരിക്കും വരിക. ക്വസ്റ്റ്യൻ വായിക്കാത്ത ആൾ വായിച്ചു കഴിഞ്ഞോ? ഞാൻ മാറ്റിക്കോട്ടെ. ഞാൻ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, അപ്പൊ വായിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു അസംഷനിൽ മാറ്റിയതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ കുറച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ പ്രിമൈസ് ട്രൂ ആണ് എങ്കിൽ കൺക്ലൂഷൻ എന്തായാലും ട്രൂ ആയിരിക്കും. ഇതിന് വ്യത്യസ്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. മേജർലി നമ്മൾ നോക്കേണ്ടത് ഇതാണ്: പ്രിമൈസ് ട്രൂ ആണ് എങ്കിൽ അതിന്റെ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ കേസിൽ. അപ്പൊ മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ജനറൽ റൂൾ ആയിരിക്കും. ഡിഡക്റ്റീവ് റീസണിങ്ങിനെ സംബന്ധിച്ച് അതിന്റെ സ്ട്രക്ചറിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടാവുക: മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ്, അതേപോലെ കൺക്ലൂഷൻ. ഈ മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് ജനറൽ റൂൾ ആയിരിക്കും. മൈനർ പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കേസ് ആയിരിക്കും. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ട്രൂ ആണ് എങ്കിൽ ലോജിക്കലി ഫോളോ ചെയ്യാൻ ചാൻസ് ഉള്ള മൂന്നാമതൊരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കൺക്ലൂഷൻ എന്ന് പറയാം. സോ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ദെൻ ദ ഗ്രൗണ്ട് ഇസ് വെറ്റ്, ഇറ്റ് ഈസ് റെയിനിങ് ദെയർഫോർ ദ ഗ്രൗണ്ട് ഇസ് വെറ്റ്. ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് തന്നെയാണ് നിങ്ങളൊക്കെ ആൻസർ ചെയ്തതുപോലെ ഇത് തന്നെയാണ് അതിന്റെ ആൻസർ വരിക. കുറച്ച് ആൾക്കാരെ മാറ്റി ചെയ്തിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ. പഠിക്കുമ്പം തെറ്റ് പറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പഠിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ പ്രകാരം ഇവിടെ ജനറൽ റൂളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇഫ് റെയിൻ ദെൻ ഗ്രൗണ്ട് ഇസ് വെറ്റ് എന്നുള്ളതാണ്, അല്ലെ? ജനറലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമി നനയും എന്നുള്ളത്. അതൊരു ജനറൽ റൂളാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസിലേക്കാണ് വരുന്നത്. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ട് എങ്കിൽ ഗ്രൗണ്ട് ഇസ് വെറ്റ്. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഗ്രൗണ്ട് വെറ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് കാണിച്ചാൽ മതി അനു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് കാണിക്കാം. സോ ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിഡക്റ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും. പ്രിമൈസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും. അതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും: മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ്, കൺക്ലൂഷൻ. മേജർ എന്ന് പറയുമ്പോൾ ജനറൽ റൂള്, മൈനർ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് കേസ് ആയിരിക്കും, കൺക്ലൂഷൻ. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ലോജിക്കലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇത് ഇത്രയും ഓക്കെയാണോ? ഡിഡക്റ്റീവ് റീസണിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു മേജർ പോർഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇത് തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ദെൻ ദ ഗ്രൗണ്ട് ഇസ് വെറ്റ്, ഇറ്റ്സ് റെയിനിങ് ദെയർഫോർ ദ ഗ്രൗണ്ട് ഇസ് വെറ്റ് എന്നുള്ളതാണ് വരിക. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, ഇതാണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുക്കാൻ എങ്ങനെയാണോ? മതിയാവില്ലേ? സ്ക്രീൻഷോട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കാണിച്ചാൽ മതിയോ? ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഞാൻ നിർത്തും, പെട്ടെന്ന് നിർത്തും. എനിക്ക് വെറുതെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം അസറുണ്ടാക്കും. ഞാൻ മാറ്റാണ് കേട്ടോ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഏതാണ് വരിക? സി ഓപ്ഷൻ ആണ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതറിയാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അറിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ലല്ലോ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സൽ അഫിർമേറ്റീവ് ഏതാണ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ഏതാണ്, പെർട്ടിക്കുലർ അഫിർമേറ്റീവ് ഏതാണ്, പെർട്ടിക്കുലർ നെഗറ്റീവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ഇന്നലെ വേറെ ഓപ്ഷൻ വരരുത് എന്നുള്ളതാണ് ഇന്ത്യയും പ്രാർത്ഥന. ഓ വെരി ഗുഡ്. ഞാനിങ്ങനെ നോക്കുന്ന ചാറ്റ് ബോക്സിൽ നോക്കുന്ന സമയത്തെ ആൻസർ വായിക്കാൻ പറ്റില്ല, അങ്ങനെ ആൻസർ വരുന്നുണ്ട്. ഇത്രയും നേരം ഞാനൊരു 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പകുതി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിനാണ് എനിക്ക് അങ്ങനെ ഒരു റെസ്പോണ്ട് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റീവ് അഫിർമേറ്റീവ് ഇവിടെ ഏതാ വരിക? ഓൾ ആണ് വരിക. യൂണിവേഴ്സൽ നെഗറ്റീവ് നോയിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പെർട്ടിക്കുലർ അഫിർമേറ്റീവ് സമ്മിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പെർട്ടിക്കുലർ നെഗറ്റീവ് സം നോട്ടിൽ തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? പിന്നെ വലിയ ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു കാര്യം
അഫിർമേറ്റീവ് ആണ്, യൂണിവേഴ്സൽ ആണ് എങ്കിൽ ഓൾ. ഒരു കാര്യം നെഗറ്റീവ് ആണ്, യൂണിവേഴ്സൽ ആണ് എങ്കിൽ നോ. പറയുന്ന സ്റ്റേറ്റ്മെന്റ് അഫിർമേറ്റീവ് ആണ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ സം. പറയുന്ന കാര്യം നെഗറ്റീവ് ആണ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ സം നോട്ട്. അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ വെറുതെ കൊടുത്തതാണ് കേട്ടോ, ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് ഈസ് ഗിവൺ ആസ് ഫാൾസ്. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് കേട്ടോ, ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഏതായിരിക്കും ഇതിൽ ട്രൂ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം PYQs ആണ്, ഇതൊക്കെ PYQs ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ലോജിക്കൽ റീസണിംഗിൽ ചോദിക്കും. PYQ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇതിൽ ഏതായിരിക്കും ഫോൾസ്, ഏതായിരിക്കും ഇൻഫർ ടു ബി ട്രൂ ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അനിസാർ ഇങ്ങനെ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് അൺഡിറ്റർമൈൻഡ്, ട്രൂ, ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ടേബിളൊക്കെ ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? അത് വെച്ചാണ് ചെയ്യാം. ഇതിൽ ഒരാളെ വേഗം കിട്ടും. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സം നോട്ടാണ് അല്ലേ? ഇത് ഫോൾസ് ആണ് എങ്കിൽ ഒറ്റയടിക്ക് ട്രൂ ആവണ ഒരു ഐറ്റം ഉണ്ടാവും. അതെ, വെരി ഗുഡ്. അതാരാ പറഞ്ഞ? മേരി തോമസ്. വെരി ഗുഡ്. ഏതായിരിക്കും? ഓള് ട്രൂ ആയിരിക്കും. കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തന്നാലും ഫോൾസ് ആണെന്ന് തന്നാലും അതിനോട് കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ പകുതി പാർട്ട് ഓഫ് ദി ഗെയിം ജയിച്ചു. കാരണം ഇതിനകത്ത് എന്തായാലും ട്രൂ ആയിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ബിയും എലിമിനേറ്റ് ചെയ്യാം, ഡിയും എലിമിനേറ്റ് ചെയ്യാം. അതെ, കോൺട്രഡിക്ടറി എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടേംസിൽ നമ്മൾ പറയുന്നതാണ് നോയും സമ്മും സം നോട്ടും മോളും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നോ എവിടെയൊക്കെ ശരിയാണോ അവിടെയൊക്കെ സമ്മ തെറ്റായിരിക്കും, സമ്മ എവിടെയൊക്കെ ശരിയാണോ അവിടെയൊക്കെ നോ തെറ്റായിരിക്കും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കോൺട്രഡിക്ടറിക്ക്. അപ്പൊ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് തന്നിരിക്കുന്ന സാധനം ട്രൂ ആണോ ഫോൾസ് ആണോ അതിന്റെ കോൺട്രഡിക്ടറി ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, കാണിക്കാട്ടോ. 5th ക്വസ്റ്റിന്റെ സ്ലൈഡ് ഞാൻ കാണിക്കാം. ഇനി നിങ്ങൾ ഈ ടേബിൾ തന്നെയാണോ എല്ലാവരും പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ടേബിൾ ഇതാണ്, കാണിച്ചു തരാം. ഈ ടേബിള് ഇതാണോ എല്ലാവരും പഠിച്ചിട്ടുള്ളത്? ഈ ടേബിള് ഒരു പാറ്റേൺ ആണ്. ട്രൂത്ത്ഫുൾനെസ്സും ഫോൾസിറ്റിയും, അതെ, ട്രൂത്ത്ഫുള്ളും ഫോൾസിറ്റിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ള ടേബിൾ ഇതാണ്. 2 ടേബിൾ ഉണ്ട്, പക്ഷെ പാറ്റേൺ വെച്ച് നമുക്കിത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഇത് എന്താണെന്നുള്ളതൊന്ന് പറയാം. എത്ര ആൾക്കാർ ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത്രയേ ഉള്ളൂ. ട്രൂത്ത്ഫുൾനെസ്സിന്റെ ടേബിളിൽ ഇവിടെ എ വരുമ്പം ഇവിടെയും എ ആകുമ്പം ട്രൂത്ത് ടേബിൾ ആണല്ലോ, ആദ്യം ട്രൂ ആയിരിക്കും. ആദ്യത്തത് ട്രൂ ആയാൽ ഇങ്ങനെ ഈ ക്രോസ് ആയിട്ട് വരുന്ന ലൈൻ മൊത്തം ട്രൂ ആയിരിക്കും. ക്ലിയർ ആയോ? അതുപോലെ ഇത് ഈ പാറ്റേണിൽ ഇങ്ങോട്ടേക്ക് ട്രൂ ആണെങ്കിൽ ഈ പാറ്റേണിൽ ഇങ്ങോട്ടേക്ക് ഫോൾസ് ആയിരിക്കും. ഇതൊരു പാറ്റേൺ ആണ്. പിന്നെ ട്രൂ വരുമ്പം അതിന്റെ തൊട്ടടുത്ത് ഒരിക്കലും ട്രൂ വരില്ല, ഫോൾസേ വരുള്ളൂ. സോ ഇത് ട്രൂ ആണെങ്കിൽ ഇതും ഫോൾസ് ആകും, ഇതും ഫോൾസ് ആകും. ഫോൾസ് കഴിഞ്ഞാലും ട്രൂവേ വരുള്ളൂ, ഫോൾസ് വരില്ല. അടുപ്പിച്ച് ട്രൂവും ഫോൾസും ഇല്ല എന്ന് ഓർത്ത് വെക്കുക. ട്രൂത്ത് ടേബിളിന്റെയും ഫോൾസ് ടേബിളിന്റെയും പാറ്റേൺ ഇത് തന്നെയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ട്രൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയില്ലേ? ആദ്യത്തെ 4 ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഭാഗം ഫില്ലായി പോയി. ഇനി താഴെ ബാക്കി എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഈ ട്രൂത്ത്ഫുൾനെസ് EIO എന്ന് പറയുന്നത് നോ, ഇത് നോ, ഇത് സമ്മ്, ഇത് സം നോട്ട്. ഞാൻ യൂസ് ചെയ്യാറുള്ള ടേബിൾ ഇതായി. നിങ്ങൾക്ക് എക്സാമുകളിൽ പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. ഈ ട്രൂ ഫോൾസ് എന്നൊന്നും എഴുതണ്ട, TF എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി പോയാൽ മതി. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ടേബിൾ ഇതാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്തായാലും ഇപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതുന്ന സാധനം എന്തായാലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ അതിന് പാരലൽ ആയിട്ട് ഈ ലൈനിൽ വരുന്നത്, ക്രോസ് ആയിട്ട് വരുന്ന ലൈൻ മൊത്തം ട്രൂ ആയിരിക്കും. അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് മൊത്തം ഫോൾസ് ആയിരിക്കും. ഇനി ട്രൂ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒരു കാരണവശാലും ട്രൂ വരില്ല. സോ അവിടെ നമുക്ക് ഇതും ഫോൾസ് എന്ന് ഇടാം. ഫോൾസ് കഴിഞ്ഞാൽ അതേപോലെ തൊട്ടടുത്ത് ഒരിക്കലും ഫോൾസ് വരില്ല, ട്രൂവേ വരുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ട്രൂ ഇടാം, ഇതും ട്രൂ ഇടാം. അപ്പൊ ഈ ലൈൻ ഇത്രയും പോയി. ഇത്രയും ഭാഗം കഴിഞ്ഞ് ടേബിളിൽ ബാക്കി എന്തൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടോ അതൊക്കെ അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. ഇനി അങ്ങനെ പഠിച്ചു വെക്കാൻ വയ്യാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാറ്റേൺ അൺഡിറ്റർമൈൻഡ് വരുന്ന ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയോ? ഇനി ഇതേ സാധനം തന്നെ ഫോൾസ് ടേബിളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
2 ടേബിൾ പഠിക്കുക എന്നുള്ളത് അത്ര വലിയ ടാസ്ക് അല്ല. കാരണം ഇത് ടേബിൾ പഠിക്കല്ല, നമ്മൾ പാറ്റേൺ പഠിക്കുകയാണ് ചെയ്യുക. ഇനി ഇവിടെ ഫോൾസ് ടേബിളിൽ നോക്കിക്കോ. ഫോൾസ് ടേബിളിൽ എന്തായാലും എ ആദ്യം എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ട്രൂന് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ക്രോസ് ആയിട്ട് വരുന്നത് മൊത്തം ഫോൾസ് ആയിരിക്കും, ഇതിന്റെ ക്രോസ് ആയിട്ട് വരുന്നത് മൊത്തം ട്രൂ ആയിരിക്കും. താഴേക്കുള്ള ലൈൻ മൊത്തം ഫോൾസ് ആയിരിക്കും, പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് മൊത്തം ട്രൂ ആയിരിക്കും. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ അൺഡിറ്റർമൈൻഡ് വരും, അത് ദാ ഇങ്ങനെ വരും ഈ ഷേപ്പിൽ. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ, ട്രൂവിന്റെ അടുത്ത് ഫോൾസ് ആയിരിക്കും, ഒരിക്കലും 2 ട്രൂ അടുപ്പിച്ച് വരില്ല, 2 ഫോൾസ് അടുപ്പിച്ച് വരില്ല. സോ ഫോൾസ് ട്രൂ, ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, അങ്ങനെ കിടക്കും. ഈ പാറ്റേൺ പിടുത്തം കിട്ടിയോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വലിയ ടേബിൾ പഠിച്ച് കഷ്ടപ്പെടേണ്ട, ഈ പാറ്റേൺ പഠിച്ചു വെച്ചാൽ മതി. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ക്ലിയർ അല്ലേ? ഇനി പറയണോ? ഓക്കെ, പറയാം. ട്രൂത്ത് ടേബിളില് നമുക്ക് ആദ്യം വരുന്നത് ട്രൂ ആയിരിക്കും അല്ലേ? ഇത് ട്രൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ, ഇത് ട്രൂ ആണ് എങ്കിൽ ഈ വരുന്ന ലൈൻ മൊത്തം ട്രൂ ആയിരിക്കും. അത് ക്ലിയർ ആയോ? എ ട്രൂ ആയ കേസുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ എയും ട്രൂ ആയിരിക്കുമല്ലോ. അത് മനസ്സിലായില്ലേ? ഒന്നുമില്ല, ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് എന്റെ താഴെ ട്രൂ ഇടുക, ഇയും വരുന്ന പോയിന്റിൽ ട്രൂ ഇടുക, ഐയും വരുന്ന പോയിന്റിൽ ട്രൂ ഇടുക, ഓയും വരുന്ന പോയിന്റിൽ ട്രൂ ഇടുക, അത്രേ ഉള്ളൂ. പറയാം, ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് പറയാം. ഇനി അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലൈൻ, ക്രോസ് ആയിട്ട് വരുന്ന ലൈൻ ഫോൾസ് ആയിരിക്കും. പിന്നെ ട്രൂത്ത് ടേബിളിന്റെ ആദ്യത്തെ 2 ലൈനിൽ ട്രൂ കഴിഞ്ഞാൽ ഫോൾസ് മാത്രമേ വരുള്ളൂ, 2 ട്രൂയും 2 ഫോൾസും അടുപ്പിച്ച് വരില്ല. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ട്രൂ കഴിയുന്നിടത്തൊക്കെ ഫോൾസ് ധൈര്യത്തിലിടാം, ഫോൾസ് കഴിഞ്ഞാൽ ട്രൂ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ആദ്യത്തെ 2 ലൈൻ കഴിഞ്ഞാൽ താഴെ എന്തൊക്കെ ഭാഗം ഉണ്ടോ അത് മൊത്തം നിങ്ങൾ അൺഡിറ്റർമൈൻഡ് ഇട്ട് കൊടുക്കുക. അതെന്തായാലും അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. ഇത് മൊത്തം അൺഡിറ്റർമൈൻഡ് ആണ്. ഫില്ല് ചെയ്യാനുള്ള ഭാഗം അൺഡിറ്റർമൈൻഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ താഴത്തെ ടേബിളിലേക്ക് വരുന്ന സമയത്ത് എ ഫോൾസ് ആയിരിക്കുമല്ലോ ഫാൾസ് ടേബിളിൽ. അപ്പൊ എ ഫോൾസ് ആണെങ്കിൽ അതിന്റെ ക്രോസ് ചെയ്തിട്ട് ഫുള്ള് ഫോൾസ് ഇടുക, അതേപോലെ അതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ട്രൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ആ 2 പാറ്റേൺ കഴിഞ്ഞു. പിന്നെ ഫോൾസ് ടേബിളിൽ ആദ്യത്തെ 2 ലൈനിലാണ് അൺഡിറ്റർമൈൻഡ് വരിക. അതിന്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ, ട്രൂവും ഫോൾസും അടുപ്പിച്ച് വരില്ല. അപ്പൊ ട്രൂ ആണോ തൊട്ടടുത്ത് കിടക്കുന്നത് അതിന്റെ 2ന്റെ നടുക്ക് ഫോൾസ് ആയിരിക്കും. അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ഇത് സിമ്പിൾ ആണ്. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഫോൾസിറ്റി ആണ് എങ്കിൽ ഫോൾസ് ടേബിൾ എടുക്കുക, ചോദിക്കുന്നത് ട്രൂത്ത് ആണ് എങ്കിൽ ട്രൂത്ത് ടേബിൾ എടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക, ഞാൻ പറഞ്ഞ നേരത്തെ വന്ന ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് എന്നാണല്ലോ പറഞ്ഞത്. അതെ, മിറർ ഇമേജ് പോലെ തന്നെ ഇവിടെ സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അത് ഫോൾസ് ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതെടുക്കണം? ഫോൾസ് ടേബിൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സം നോട്ട് ഫോൾസ് ആകുന്ന കേസിൽ ഏതൊക്കെ ട്രൂ വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ട്രൂ വരും? സം നോട്ട് എന്ന് പറയുന്നത് ഓ ആണ്. ഓ ഫോൾസ് ആകുന്ന സമയത്ത് ഈ ലൈനിൽ ഏതൊക്കെ ട്രൂ ആയി കിടക്കുന്നുണ്ട്? ഐയും ട്രൂ ആണ്, എയും ട്രൂ ആണ്. മനസ്സിലായോ? ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? നിങ്ങൾ ആൻസർ ഒന്ന് നോക്കിയേ. എ ആൻഡ് ഡി ആണ്. സമ്മും എയും, സമ്മും ഓളും എന്താണ്? ട്രൂ ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് കേട്ടോ നോക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ ഫോൾസ് ടേബിൾ വരക്കുക, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞാൽ ട്രൂ ടേബിൾ വരക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ടേബിൾ. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒരൊറ്റ സാധനം പാറ്റേൺ വരക്കാൻ പഠിച്ചാൽ മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതെന്ന് മനസ്സിലാക്കി വെക്കുക. മാം, ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിലേ ഇതില് ഇയും ഫോൾസ് കിടപ്പുണ്ട്, ഓയുടെ എവിടെയും ഫോൾസ് കിടപ്പുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ നമ്മൾ ഇതാ നോക്കണ്ടേ? അതാ ഞാൻ കാണിച്ചു തന്നില്ലേ? സം നോട്ട് ഫോൾസ് ആകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇത് ഇതാണ് ബേസ്. ഇവിടെ ഇല്ലേ? ഒന്നുകൂടെ പറയാം. വേറെ ഒരു ക്വസ്റ്റ്യനോ? ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് ഫോൾസ് ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ സം നോട്ട് നമ്മൾ യൂഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഓ ആണ് അല്ലേ? അപ്പൊ ഓ ഫോൾസ് ആണ് എന്ന് പറയുന്ന കേസിൽ ഫോൾസ് ടേബിളില് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എടുക്കണം. മനസ്സിലായോ? അത് വെച്ചിട്ടല്ലേ നമ്മൾ അല്ലെങ്കിൽ നോക്കുക. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കണം.
അപ്പോൾ ഓ ഫോൾസ് ആകുന്ന ടൈമിൽ ട്രൂ ആകുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണല്ലോ ഓ ഫോൾസ് ആകുന്ന കണ്ടീഷൻ. ഈ കാണുന്നതാണ് ഓ ഫോൾസ് ആകുന്ന കണ്ടീഷൻ. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ? എയും ട്രൂ ആണ്, ഐയും ട്രൂ ആണ്. നമ്മളോട് ട്രൂ ആകുന്നത് ഏതൊക്കെയെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഈനെ നമ്മളിവിടെ എടുക്കേ വേണ്ട, കാരണം ഓ ഫോൾസ് ആകുന്ന കേസിൽ ഇയും ഫോൾസ് ആകും. പക്ഷെ നമ്മളോട് ഏതൊക്കെ ട്രൂ ആകും എന്നാ ചോദിച്ചത്. അപ്പൊ ഇതിൽ നേരെ ട്രൂ കിടക്കുന്നത് ഏതാന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നമ്മൾ നോക്കുന്നത് ഏതെടുക്കണം? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ റോക്കോ ഇതിന്റെ എടുക്കണം. ഇതാണ് നമ്മൾ ബേസ് എടുക്കേണ്ടത്. ഇതാണ് ബേസ്. എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാവാൻ, അല്ലെങ്കിൽ എന്താണ് വരിക എന്നുള്ളത് മനസ്സിലാവാൻ ഇതെടുക്കണം. ഏതൊക്കെ എന്തൊക്കെ വരും എന്ന് അറിയാൻ ഇതെടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ. ഓ ചോദിച്ചു. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് 2 weeks ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിൽ എനിക്ക് ഹാഫ് മനസ്സിലായിട്ടില്ല. എന്നെ പോലെ ജോയിൻ ചെയ്ത ആൾക്കാരിന്റെ കണ്ടീഷൻ ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട, എനിക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഒരു വിധാണ് ഇപ്പൊ ഒന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. ഇത് ടെൻഷൻ ആവണ്ട. ഒന്ന് അനീസാറിന്റെ ക്ലാസ് കേട്ടാൽ എന്താണ് ഇത് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. എനിക്ക് തോന്നുന്നു ഫുൾ ക്ലാസ് കേൾക്കാത്ത ഒരു പ്രശ്നമായിരിക്കും. ഫുൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 2 weeks 20 days ആയിട്ടുള്ളേ. അപ്പൊ ഞാൻ അങ്ങനെ കേട്ട് വരുന്നേ ഉള്ളൂ ഓരോ ക്ലാസ്സുകൾ. കുഴപ്പമില്ല. ഇതിപ്പോ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഈ സെഷൻ കഴിഞ്ഞ പാടെ ലോജിക്കൽ റീസണിങ്ങിന്റെ 2ാമത്തെയോ 3ാമത്തെയോ വീഡിയോയില്, മേ ബി 1ാമത്തെ വീഡിയോയിൽ തന്നെ, 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെ വീഡിയോയിൽ അനീസർ ഇത് പറയുന്നുണ്ടാവും. ജസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. കാരണം ഞാനിത് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ബേസ് മുതൽ പറയണം. അതുകൊണ്ടാണ് കേട്ടോ. ഏന്ന് പറഞ്ഞാല് ഓള് ഇതറിയില്ലല്ലേ? ഈ ടേബിൾ അനുസരിച്ച് ഇപ്പൊ ഈ ട്രൂ ആണ് എന്നുള്ളത് നമ്മള് എങ്ങനെ എടുക്കുക? ഈ ട്രൂ ആവുന്ന കേസ് വെച്ച് എടുക്കുമ്പോ ഇതാണ് ട്രൂത്ത് ടേബിള്. ട്രൂത്ത് ടേബിളില് ഈ ട്രൂ ആകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? ഓള് ഫോൾസ് ആയിരിക്കും, ഐ ഫോൾസ് ആയിരിക്കും, ഓ ട്രൂ ആയിരിക്കും. മനസ്സിലായോ? ഇന്നത്തെ ജാറ സെഷൻ അതായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഈ ടേബിൾ ക്ലിയർ ആത്താണ്. നമുക്ക് ബാക്കി തന്നിരിക്കുന്ന സംഗതി സ്റ്റേറ്റ്മെന്റ് ക്ലിയർ. ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ടേബിൾ എടുക്കുക. ഓക്കെ ടേബിൾ ഇല്ലാതെയും ചെയ്യാം. ടേബിൾ ഇല്ലാണ്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കോൺട്രഡിക്ടറി സബ് കോൺട്രറി ഏതാന്ന് നോക്കുക, അതെടുക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ടേബിൾ വെച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ എടുത്താൽ കുറച്ചും കൂടെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്നു മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി വരുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത് തന്നെ വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ മനസ്സിലാവും. എ എന്ന് പറയുന്നത് ഓൾ, ഇ എന്ന് പറയുന്നത് നോ, ഐ എന്ന് പറയുന്നത് സം, ഓ എന്ന് പറയുന്നത് സം നോട്ട്. അനു ഇപ്പൊ ജോയിൻ ചെയ്തതാണ് എങ്കിൽ ക്ലാസ് കേൾക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊരു സെഷൻ കൊണ്ട് തീരെയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും വന്നു അനലോജി. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ആൻ ഐഡിയൽ അനലോജി? ലോജിക്കില് ഐഡിയൽ അനലോജി എന്ന് പറയുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരിക്കും? ഇതിലൊരു സാധനത്തിന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് കളയാം. അത് ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ എത്ര സ്കോർ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം ഏകദേശം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഡെയിലി ടെസ്റ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാലോ. ഒരു ഐഡിയൽ അനലോജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറെ ആൾക്ക് ആൻസർ ചെയ്തു. അപ്പൊ നമുക്ക് എന്താക്കാം, എന്താണ് ഒരു ഐഡിയൽ അനലോജി എന്നുള്ളത് നോക്കാം. ഒരു ഐഡിയൽ അനലോജിക്ക് ഉണ്ടായിരിക്കേണ്ട കീ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിന് ഷെയർഡ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു റെലവന്റ് സിമിലാരിറ്റി ഒരു ഐഡിയൽ അനലോജിക്ക് ഉണ്ടായിരിക്കും. ഒരു അനലോജി സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഒരു റെലവന്റ് ആയിട്ടുള്ള സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഒരു മനുഷ്യന്റെ ഇപ്പോഴത്തെ ഏകദേശമൊക്കെ പഠിച്ചെത്തിയ ആൾക്കാരുടെ ഒരു കണ്ടീഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു പ്രഷർ കുക്കർ പരിവായിട്ടുണ്ടാകും മൈൻഡ്. ഞാൻ അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മൈൻഡ് ഒരു പ്രഷർ കുക്കർ പരിവായി എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? രണ്ടിലും പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? പ്രഷർ കുക്കറിലും പ്രഷർ ഉണ്ട്, നമ്മുടെ മൈൻഡിലും അത്രത്തോളം പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ടിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി കണ്ടെത്തുന്നുണ്ട്. രണ്ടിലും പ്രഷേർഡ് ആണ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലാണ് എന്നുള്ള ഒരു ഷെയർഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു റെലവെന്റ് ആയിട്ടുള്ള സിമിലാരിറ്റി കാണിക്കാം. അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ഒരു സിമിലാരിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒരു ഷെയർഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അടുത്തത് മതിയോ ജസ്ല? മാറ്റിക്കോട്ടെ, മാറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അടുത്ത ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഒരു കുക്കറിനും ബ്രെയിനും പറയാ? അപ്പൊ നമ്മൾ ഒരു കുക്കറിനകത്ത് എങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്യുന്നോ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനകത്തും എക്സാം പ്രഷർ, വർക്ക് പ്രഷർ ഇതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ രണ്ടിനും നമുക്ക് സിമിലർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ദെൻ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം കുക്കർ എന്ത് ചെയ്യും? വിസിലടിക്കും. എന്ന് വെച്ചാൽ അതിന്റെ സ്റ്റീം പുറത്ത് കളയും. അതുപോലെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള ഈ സ്ട്രെസ് ഇങ്ങോട്ട് റിലീസ് ചെയ്യും. അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യും. അപ്പോൾ അതേപോലെ ഇപ്പൊ കുക്കറിനകത്തുള്ള സ്റ്റീം അത് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലാസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു ഡാമേജ് ഉണ്ടാകും. അതുപോലെ മനുഷ്യനും അയാളുടെ ഉള്ളിനകത്തുള്ള സ്ട്രെസ് പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഐഡിയൽ അനലോജിക്ക് എന്തുണ്ടായിരിക്കും? നമ്മളെ കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യവും നമ്മളൊരു സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ക്ലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അതായത് ഇവിടെ എന്താ നമ്മൾ പറയാ? ഇപ്പൊ കുക്കർ ബേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അയാൾ ആ ഒരു കംപ്ലീറ്റ് സ്ട്രെസ് ഔട്ട് ബേഴ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അയാളും അയാളുടെ ചുറ്റുപാടുള്ള മനുഷ്യരും മൊത്തം ഇമോഷണലി കൊളാപ്സ്ഡ് ആവും. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന പ്രശ്നം. അപ്പം ക്ലിയർ ആയിട്ടുള്ള അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണോ കുക്കറിന് സംഭവിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയുന്ന സമയത്ത് അവിടെ രണ്ടിനും ഫീച്ചേഴ്സ് ഏകദേശം സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് സെയിം ആയിരിക്കണം. അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ ആഡിക്വേറ്റ് നമ്പർ ഓഫ് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ എന്തെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനലോജി ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒരു ഐഡിയൽ അനലോജിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരില്ല. എപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങളിൽ കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കുക്കറിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, രണ്ടും മനുഷ്യന്റെ മനസ്സും കുക്കറും ഒരുപോലെ പ്രഷർ ഹോൾഡ് ചെയ്യുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞ് അത് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിക്കുമ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവുന്നു. ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ റെലവന്റ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കണം. അതുപോലെ പർപ്പസ് ഫിറ്റ് ആയിരിക്കണം. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഐഡിയ ആ പെർപ്പസിന് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു അനലോജി ആയിരിക്കണം. എന്താണ് നമ്മൾ സ്ട്രെസ് റിലീസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങളൊരു ലിമിറ്റിൽ കൂടുതൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രഷർ കുക്കർ പോലെയാകും. നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുക്കർ പൊട്ടിത്തെറിക്കും പോലെ നിങ്ങളും പൊട്ടിത്തെറിക്കും. അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. സോ ബേസിക്കലി ഒരു ഐഡിയൽ അനലോജിക്ക് ഉണ്ടായിരിക്കേണ്ട ചില കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ പറയുന്നത്. ഏതൊക്കെയാണ്? അവിടെ ഷെയർഡ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം, സിമിലർ സ്ട്രക്ചർ ആയിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ആഡിക്വേറ്റ് നമ്പർ ഓഫ് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം, പർപ്പസ് ഫിറ്റ് ആയിരിക്കണം. ഇതിൽ കൂടുതലുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മിനിമം ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രകാരം എന്തൊക്കെ വരും? നമ്മൾ പറഞ്ഞു ഷെയർഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, ക്ലിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തില്ല? ഡിസിമിലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തല്ല? അനലോജി അല്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷൻ സുഖമായിട്ട് ഒഴിവാക്കാം. അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. സോ ABD ആൻസർ D ആണ് വരും. ഇത് ഓക്കെ അല്ലേ? ആ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കേ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഇതാണ് സ്ലൈഡ്. ക്ലിയർ അല്ലേ? മതിയോ ജുമാന? മാറ്റട്ടെ? മാറ്റിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ. ഇതും ഈ പറയണ പോലെ നിങ്ങൾക്ക് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ നമ്മൾ യൂഷ്വലി കാണാറുള്ള ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ, ഡിക്രീസിങ് എക്സ്റ്റൻഷൻ, ഇൻക്രീസിങ് ഇന്റൻഷൻ, ഡിക്രീസിങ് ഇന്റൻഷൻ, ഇൻക്രീസിങ് ഡിനോട്ടേഷൻ, ഡിക്രീസിങ് ഡിനോട്ടേഷൻ, ഇൻക്രീസിങ് കണോട്ടേഷൻ, ഡിക്രീസിങ് കണോട്ടേഷൻ. ഇത്രയും കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. പക്ഷെ ഒരു സാധനം പഠിച്ചതൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്നുള്ളത് പറയാം. ഓക്കെ, എക്സ്റ്റൻഷൻ വരുന്ന സമയത്ത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇൻക്രീസിങ് എക്സ്റ്റൻഷനും ഡിക്രീസിങ് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറെ ആളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ ഇൻക്രീസിങ് എക്സ്റ്റൻഷനും ഡിക്രീസിങ് എക്സ്റ്റൻഷനും ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാം. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതാണ്. ഞാൻ ജസ്റ്റ് പറയാം. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാലും ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാലും കണ്ടീഷൻ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാലും ഇൻക്രീസിങ് ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാലും കണ്ടീഷൻ സെയിം ആയിരിക്കും. ഡിക്രീസിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാലും ഡിക്രീസിങ് ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാലും കണ്ടീഷൻ സെയിം ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാണിച്ചു തരാം. എക്സ്റ്റൻഷൻ ഓർ ഡിനോട്ടേഷൻ വരുന്ന സമയത്ത് ഇത് ഇൻക്രീസ് ചെയ്യുമ്പം സ്പെസിഫിക് ടേമിൽ നിന്നും ജനറൽ ടേമിലേക്കാണ് നമ്മൾ പോവുക. ഓക്കെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടേമിൽ നിന്നും ജനറൽ ആയിട്ടുള്ള ടേമിലേക്കാണ് നമ്മൾ എന്തിൽ പോവുക? എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡിനോട്ടേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ പോവുക. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക. ജനറൽ ടേമിൽ നിന്നും സ്പെസിഫിക് ടേമിലേക്കാണ് ഇതിന്റെ ഡിക്രീസിന്റെ സമയത്ത് വരിക. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റൻഷന്റെയും കണോട്ടേഷന്റെയും കേസിൽ വരിക. ബേസിക്കലി നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതെന്താണോ പഠിക്കുന്നത്, ഇൻക്രീസിൽ സംഭവിക്കുന്നത് ഡിക്രീസിൽ വരുമ്പം അതിന്റെ ഓപ്പോസിറ്റ് ആവും. ക്ലിയർ? ഇൻക്രീസിൽ എന്താണോ സംഭവിക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡിക്രീസിലേക്ക് വരുമ്പോൾ വരും. ഈ സാധനം തന്നെയാണ്, അതെ, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും പോലെ തന്നെ ഈ സാധനം തന്നെയാണ് ഇന്റൻഷന്റെയും കണോട്ടേഷന്റെയും ഇൻക്രീസിൽ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ആകെ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുക. ഇത് കണ്ടോ? ഇതും ഇതേപോലെ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ആദ്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാലും ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാലും കണോട്ടേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ കണ്ടീഷൻ പഠിക്കുക. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷനും ഡിനോട്ടേഷനും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്കായിരിക്കും എന്ന് മനസ്സിലാക്കുക. കാണിച്ചു തരാം. ഇതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടേമും സ്പെസിഫിക് ടേമിൽ നിന്ന് ജനറൽ ടേമിലേക്കായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിക്രീസിൽ സംഭവിക്കുക. ഡിക്രീസിൽ എന്ത് സംഭവിക്കുന്നോ അതാണ് ഇന്റൻഷനിലും കണോട്ടേഷനിലും സംഭവിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഡിക്രീസിൽ സംഭവിക്കും. ബേസിക്കലി ഇത് മാത്രം പഠിക്കുക. വെറുതെ കൺഫ്യൂഷൻ ആവരുത്. ഇത് പഠിക്കുക. ചോദിക്കുന്ന സാധനത്തിനനുസരിച്ച് തിരിച്ചു മറിച്ചു വിട്ടു കൊടുത്ത് സെറ്റാക്കുക. ഇത് നിങ്ങൾക്ക് EDIC എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ പിന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്താണ്. നമുക്കിത് ചെറിയ ബോക്സ് പോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ED എന്ന് കൊടുക്കുക, S to G എന്ന് കൊടുക്കുക, മേലെ ID. ഇതൊരു ചെറിയ ബോക്സ് ആയിട്ട് വരക്കുകയാണെങ്കിൽ എങ്ങനെ വരക്കും? നിങ്ങൾക്ക് ഒരു സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതി ഒട്ടിച്ചേക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുക. ഇത് E or D എന്ന് കൊടുക്കുക. അതേപോലെ ഇവിടെ I എന്ന് കൊടുക്കുക, D എന്ന് കൊടുക്കുക. ഇവിടെ S to G. അപ്പൊ ഇവിടെ എന്ത് വരും? G to S എന്ന് വരും. ഇതൊക്കെ എക്സാമ്പിൾ 2 മിനിറ്റ് പോലും എടുക്കുമല്ലോ നിങ്ങൾക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ തന്നെ. ഇവിടെ I or C എന്ന് കൊടുക്കുക. ഇവിടെ G to S ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെയും G to S ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? S to G ആയിരിക്കും. ഇത്രേ വേണ്ടുള്ളൂ. ഈ സാധനം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് പിന്നെ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു സ്റ്റിക്കി നോട്ടിലോ മറ്റോ എഴുതി വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാൻ. ആ കൺഫ്യൂഷൻ മാറി കിട്ടുകയും ചെയ്യും. ഇത് ഓക്കെ ആണോ? മാറ്റിക്കോട്ടെ ഞാൻ. ഈ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കാം. അപ്പൊ ഇവിടെ ഇൻക്രീസിങ് എക്സ്റ്റൻഷനാ ചോദിച്ചത്. ഇൻക്രീസിങ് എക്സ്റ്റൻഷന്റെ കണ്ടീഷൻ എന്താ? ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ കണ്ടീഷൻ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം എന്താ വരിക? സ്പെസിഫിക് ടു ജനറൽ. S to G എന്ന് വരും. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഏതാ? D ആണ് അല്ലെ? പൊളിറ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ. അപ്പൊ അതാണ് ആദ്യം വരിക. അതാണ് ആദ്യം വരിക എന്നുള്ള ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരുപാട് പറഞ്ഞാൽ വെറുപ്പിക്കുന്നില്ല. കാരണം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇനി ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട്. ഈ പൊളിറ്റിക്സ് വന്നത് എങ്ങനെയാണെന്ന് പറയും. ഇതിലിപ്പോ ഞാൻ ഏറ്റവും സ്പെസിഫിക് ആയതിൽ നിന്നും ജനറൽ ആയിട്ടുള്ളതിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്. ഈ കൂട്ടത്തിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഏതാ? പൊളിറ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ബ്രോഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് കോൺസെപ്റ്റില് ഒരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ റിലേഷൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ഏറ്റവും സ്പെസിഫിക്. പൊളിറ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്നതായിരിക്കും അതിൽ ഏറ്റവും ചെറുത്. പിന്നെ ഏത് വരും?
അത് പൊളിറ്റിക്കൽ സയൻസിന്റെ കീഴിലുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് അടുത്തത് പൊളിറ്റിക്കൽ സയൻസ് വരും. ഇനി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറിയിൽ ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇതിങ്ങനെ പോകുന്തോറും വലുതായി വലുതായി വരണുണ്ടോ, അതായത് നമ്മൾ ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വലുതായി വലുതായി വരിക. അപ്പോ എന്ത് വന്നു, ഇപ്പൊ ഇത് മനസ്സിലാകാൻ ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ എക്സാമ്പിളിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ആവുക. അപ്പൊ നിങ്ങളുടെ സ്ഥലം ഏതാന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇപ്പൊ ഞാൻ വയനാടാണ് കേട്ടോ, അതുകൊണ്ട് പറയാം ഏതാണ് സ്ഥലം. അപ്പൊ ഞാൻ പറയും ബത്തേരി. ബത്തേരി എവിടെയാണ്? വയനാട്. വയനാട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കേരളം. കേരളം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ. ഇത് കണ്ടോ, ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഇതിങ്ങനെ വലുതായി വലുതായി പോവല്ലേ, അതാണ് ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയാം. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഇവിടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാ? പൊളിറ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ. അതെന്തിന്റെ കീഴിൽ വരുന്നതാ? പൊളിറ്റിക്കൽ സയൻസിന്റെ. അതെന്തിന്റെ കീഴിൽ വരുന്നതാ? സോഷ്യൽ സയൻസിന്റെ. സോഷ്യൽ സയൻസ് എന്തിന്റെ കീഴിലുള്ളതാ? സയൻസിന്റെ കീഴിൽ. ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്തായിരുന്നു? ഓക്കെ അല്ലേ? ഓക്കെയാണ്, ഓക്കെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ഡി ആണ്. ഇനി സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതോടെ നോക്കാം. ഞാൻ അടുപ്പിച്ചിട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസിങ് എക്സ്റ്റൻഷൻ. ഇവിടെ എന്ത് വരും ആൻസർ? ഇവിടെ എന്തായിരിക്കും വരിക? ആ പറഞ്ഞ കണ്ടീഷൻ, അതെ, വെരി ഗുഡ്. ആ പറഞ്ഞ കണ്ടീഷൻ നേരെ തിരിച്ചിട്ടാ മതി. നേരത്തെ എസ് ടു ജി ആയിരുന്നു, അപ്പൊ ഇവിടെ വരുമ്പോ ജി ടു എസ്. ജി ടു എസ്. വെരി ഗുഡ്. ഇവിടെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല, നേരത്തെ കൊടുത്തോണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന സ്ലൈഡ് നേരെ ആൻസർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ മാറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള സാധനം എന്താ? ഈ കൂട്ടത്തിൽ ഏറ്റവും ജനറൽ ആയിട്ട്, ഈ കൂട്ടത്തിൽ ഏറ്റവും ജനറൽ ആയിട്ടുള്ളത് ഫുഡ് പ്രോഡക്ട്സ് ആണ്. സോ അതായിരിക്കും ആദ്യം വരും അല്ലെ? അതാണ് ആദ്യം വരിക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ആദ്യം ഫുഡ് പ്രോഡക്ട്സ് ആണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ജനറൽ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാ? നമ്മൾ നോക്കുമ്പോൾ ചീസ് ഉണ്ട്, കോട്ടേജ് ചീസ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഫുഡ് പ്രോഡക്ട്സിന്റെ കീഴിൽ വരുന്നതാണ് ഡയറി പ്രോഡക്ട്സ്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്ത് വരും? ചീസ് വരും അല്ലേ? ചീസിന്റെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഒരു കാറ്റഗറിയാണ് ഇത്, ഈ പറയുന്ന കോട്ടേജ് ചീസ്. അപ്പൊ അതല്ലേ അതിന്റെ ഓർഡർ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആൻസർ ഏതെന്ന് കിട്ടും? സീന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഒരു 2024 ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം ഈ ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ ആ സാധനം ചോദിക്കലുണ്ട് കേട്ടോ. കറക്റ്റ് ആ പാറ്റേൺ പഠിച്ചു വെച്ചാൽ മതി. ഈ ടേബിൾ കറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ഇന്ത്യൻ ലോജിക് എന്നൊരു ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. സിലബസിൽ ഇല്ലാത്തത് കുറെ നമ്മളോട് ചോദിക്കലുണ്ട്. ലോജിക്കൽ റീസണിംഗിൽ സിലബസിൽ എവിടെയെന്നുള്ള ക്വസ്റ്റ്യന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നോ ഐഡിയ. ലോജിക്കൽ റീസണിങ് ഒരു ബ്രോഡ് ടോപ്പിക്കേ പറയുള്ളൂ. ബാക്കി അതിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ ഒക്കെ ചോദിക്കും. അപ്പൊ 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം. കുറച്ച് ഫാക്ച്വൽ ആണ്, നമുക്കിതിൽ പ്രത്യേകിച്ച് വേറൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. കറക്റ്റ് ആ ബുദ്ധിസത്തിന്റെ 4 നോബിൾ ട്രൂത്ത്സ് ഏതൊക്കെയാന്നുള്ളത് അറിയുന്നേ വേണം. നിരോധ, മാർഗ അല്ലെങ്കിൽ മഗ്ഗ, ദുഃഖ, സമുദായ. ഇതിങ്ങനെ തന്നെയാണ് വായിക്കാന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി കേട്ടോ. ഓക്കെ, അതെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. അപ്പം ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിലെ ഡിഫറെന്റ് ഫിലോസഫിക്കൽ സ്കൂൾസിൽ ഒരെണ്ണാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. സോ ബുദ്ധിസത്തിന്റെ കേസിൽ കോർ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ 4 നോബിൾ ട്രൂത്ത്സിന്റെ കേസ് പറയാറുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ശ്രീബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ബുദ്ധിസത്തിൽ വളരെ കോർ ആയിട്ടുള്ള ടീച്ചിങ്സിൽ പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള 4 നോബിൾ ട്രൂത്ത്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് പറയുന്നതാണ് എന്താണ് ഈ പറയുന്ന കോർ ടീച്ചിങ്സ് എന്താന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ദ ഹ്യൂമൻ പ്രോബ്ലം ഈസ്. എന്താണ് മനുഷ്യരുടെ പ്രശ്നം? അതാണ് ആദ്യത്തെ ഒരു ടീച്ചിങ്. ദെൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്?
ദെൻ ഇത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, നമുക്കത് എങ്ങനെ എൻഡ് ചെയ്യാം. ഇത്രയാണ് അതിൽ, അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ 4 നോബിൾ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. ഈ 4 ചോദ്യങ്ങളുടെ ആൻസർ ആണ് ഇനി പറയാൻ പോകുന്ന 4 ട്രൂത്ത്സ്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് ദുഃഖ അഥവാ ദ ട്രൂത്ത് ഓഫ് സഫറിങ്. ബുദ്ധന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, എല്ലാവർക്കും അറിയോ എന്നുള്ളത് അറിയില്ല. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന്റെ നിതാന്തം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഞാൻ എവിടെയോ വായിച്ചതാണ്. അപ്പോ അതില് അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ ദുഃഖയാണ്. ദ ട്രൂത്ത് ഓഫ് സഫറിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫാക്ഷൻ, പെയിൻ, സ്ട്രെസ്, ഇംപെർഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നിറഞ്ഞതായിരിക്കും എന്നാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അതെ, ഡിസയർ, അതന്നെ ആഗ്രഹങ്ങളാണ് കാരണം, ദുഃഖങ്ങളുടെ കാരണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ, അതായത് വാട്ട് എ ഹ്യൂമൻ പ്രോബ്ലം ഈസ്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഈ പറയുന്നത്. എന്താണ്? ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, പെയിൻ ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കും എന്നൊക്കെ പറയുന്നു. ദെൻ വൈ ഇറ്റ് എക്സിസ്റ്റ്, എന്തുകൊണ്ട് ഇത് നിലനിൽക്കുന്നു, എന്താണ് കോസ് ഓഫ് സഫറിങ്, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ വൈ ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ളതിന്റെ ആൻസർ ആണ് സമുദായ എന്ന് പറയുന്നത്. ദ കോസ് ഓഫ് സഫറിങ്. സഫറിങ് അറൈസ് ബിക്കോസ് ഓഫ് ക്രേവിങ്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയർ, അറ്റാച്ച്മെന്റ്, ഇഗ്നറൻസ്, ഇതൊക്കെയാണ് ഈ പറയുന്ന ദുഃഖത്തിന്റെ കാരണം, അല്ലെങ്കിൽ ഈ പറയുന്ന സഫറിങ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നു. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ എൻഡ് ചെയ്യും, അതിനുള്ള ആൻസർ ആയിരുന്നു നിരോധ, ദ എൻഡ് ഓഫ് സഫറിങ്. ഇഫ് യു റിമൂവ് യുവർ കോസ്, എന്താണോ നമുക്ക് ക്രേവ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എന്തിനോടാണോ നമുക്ക് വല്ലാത്ത രീതിയിൽ ഒരു ആഗ്രഹം തോന്നുന്നത്, അതിനെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദുഃഖത്തിൽ നിന്നും വിരാമം ലഭിക്കും എന്നാണ് പറയുന്നത്. അതാണ് നിരോധം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ, അതായത് ഈ നിരോധം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തുന്ന ആ ഒരു പോയിന്റിനെ, ഈ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് കേട്ടോ നിർവാണ. ചിലപ്പോൾ ഇനി അടുത്തത് അതായിരിക്കും, നിർവാണ എന്ന് പറയാറുണ്ട്. ഫ്രീഡം ഫ്രം മെന്റൽ ഡിസ്റ്റർബൻസ്, ഡിസയർ ആൻഡ് ഈഗോ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ഈഗോയിൽ നിന്നൊക്കെ മനുഷ്യൻ വിമുക്തി നേടുന്നതിന് പറയുന്ന പേരാണ് നിർവാണ. അത് ഈ പറയുന്നത് പോലെ സഫറിങ് എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ അതിനുശേഷം മഗ്ഗ അല്ലെങ്കിൽ മാർഗ എന്നുള്ളത് പറയുന്നു. ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ സഫറിങ്സ് എല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ മെത്തേഡ് ആണ്. അതിന് 8 ഫോൾഡ് പാത്ത്, ദ നോബിൾ 8 ഫോൾഡ് പാത്ത് എന്ന് പറഞ്ഞിട്ട് 8 വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി മാത്രം. അതിന് ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ നമ്മളോട് ചോദിച്ച ആൻസർ എന്താണ്, നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ആദ്യം, അതെ, അഷ്ടാംഗ മാർഗ. ആദ്യം ദുഃഖ, ദെൻ സമുദായ, ദെൻ നിരോധ, ദെൻ മാഗ ഓർ മഗ്ഗ. ഈ HP എന്ന് പറയുന്ന ആളൊന്ന് പേരാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. HP എന്ന് കാണുമ്പോൾ എനിക്ക് പേര് വിളിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. എനിവേ HP പറഞ്ഞ അഷ്ടാംഗ മാർഗ കറക്റ്റ് ആണ് കേട്ടോ. അതിനെയാണ് ദ നോബിൾ 8 ഫോൾഡ് പാത്ത് എന്ന് പറയാ. അപ്പൊ നിങ്ങൾ ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ദുഃഖ, സമുദായ, നിരോധ, മാർഗ, ഇതാണ് അതിന്റെ ഓർഡർ. ഈ നിരോധ എന്ന് പറയുന്ന പോയിന്റിൽ സഫറിങ്ങിന്റെ എൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ സ്റ്റേറ്റിനെ നമ്മൾ ബുദ്ധിസത്തിൽ സൂചിപ്പിക്കുന്ന വേർഡ് നിർവാണ എന്നാണ്. ഇനി മാർഗം എന്ന് പറയുന്നത് 8 മാർഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ 8 മാർഗങ്ങൾ നോബിൾ 8 ഫോൾഡ് പാത്ത് എന്നാണ് പറയാ. ഓക്കെ ഫർസാന, അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഇതാണ് ആ 8 നോബിൾ പാത്ത്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി മാത്രം കൊടുത്തതാണ് കേട്ടോ. ഇത് അങ്ങനെ ചോദ്യമൊന്നും വന്നിട്ടില്ല. റൈറ്റ് ടു വിഷൻ, അതേപോലെ റൈറ്റ് ടു റിസോൾവ്, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് കണ്ടക്ട്, റൈറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് മെഡിറ്റേഷൻ. ഇത്രയാണ് ഈ പറയുന്ന അഷ്ടാംഗ മാർഗങ്ങൾ അല്ലെങ്കിൽ 8 ഫോൾഡ് പാത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ മേജർലി നോക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മിസ്സേ, ഇറ്റ്സ് അറൌണ്ട് 10:50. ഹലോ, ചോദിച്ചോ. ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എങ്ങനെ ഒരു സെന്റൻസ് എന്നിട്ട് അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന് അത് പറഞ്ഞപ്പോ എന്റെ കട്ടായി. ഫസ്റ്റ് നിങ്ങൾ പറയും എന്താന്നുള്ളത്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് ജനറൽ ടു സ്പെസിഫിക് ആണോ വരുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ ഇത് ഞാൻ പിന്നെ ഒരു ഇതായിട്ട് കൊടുത്തു എന്നുള്ളൂ. അതിനൊരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒരു മേജർ പ്രിമൈസ്, ഒരു മൈനർ പ്രിമൈസ്, ഒരു കൺക്ലൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, എല്ലാവരും ഒന്ന് സ്കോർ ഇട്ടിട്ട് പോണേ, ആരും പോവല്ലേ, സ്കോർ ഇട്ടിട്ട് പോണേ. ഓക്കെ, അത് പറയാൻ മറന്നുപോയി. ഓക്കെ, എക്സാമ്പിൾ, വെരി ഗുഡ്. അപ്പോ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൊത്തം 10. അപ്പോ നെറ്റ് എക്സാമിന് ഇടുന്ന പോലെ തന്നെ 2 മാർക്ക് കിട്ടോ, കുഴപ്പമില്ല. ഓക്കെ, കാണിക്കാം കേട്ടോ, 5th ക്വസ്റ്റ്യൻ സ്ലൈഡ് കാണിക്കാം. അപ്പോൾ നമ്മൾ എന്താക്കുക ചെയ്യുക, ഒരു സ്പെസിഫിക് ടു ജനറലിലേക്കാണ് വരിക. 10 അല്ലെങ്കിൽ 20 മാർക്ക് കിട്ടിയ ആളുകൾക്ക് 30 കൺഗ്രാറ്റുലേഷൻസ്. ഒരു 5 to 10 കിട്ടിയ ആളുകൾ
യു ആർ ഡൂയിങ് ഗുഡ്. കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10ൽ 10 തന്നെ വാങ്ങാം. അതിൽ കുറവ് കിട്ടിയ ആൾക്കാർ ഒന്നും കൂടെ ഒന്ന് മസിൽ പിടിച്ചാൽ ഇപ്രാവശ്യം തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതില് ജനറൽ ടു സ്പെസിഫിക് ആണെന്നുള്ളത് നോക്കാം. കുഴപ്പമില്ല, സഞ്ജയ് ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടും. നോ വറീസ്. സ്ട്രക്ചർ പറയുന്ന സമയത്ത് മേജറും മൈനറും കൺക്ലൂഷനും ഇല്ലേ നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് സി സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഇനി സ്ലൈഡ് കാണിക്കേണ്ടവർ പറഞ്ഞോളൂ. ഞാൻ ഒന്നാമത്തേത് മുതൽ എല്ലാ സ്ലൈഡും കാണിച്ചു തരാം. മിസ്സേ നമ്മളെ അന്ന് ബൈനറി ഫോം വരുന്ന ഒരു സംഭവം പഠിച്ചില്ലേ? അത് ഐഫർസം റൂമിലായിരുന്ന അതേ നമ്മളെ PYQ ചെയ്ത. ഐഫർസത്തിലാണ് ഞാൻ ഐഫർസത്തിൽ അത് എടുത്തുള്ളത്. അപ്പൊ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാം. അന്ന് എനിക്ക് ക്ലാസ് ഫുൾ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അത് അതിന്റെ പ്രൊവൈഡ് ചെയ്ത് റെക്കോർഡിങ്സ് അവൈലബിൾ ആവാൻ ചാൻസ് ഇല്ല ഐഫർസ് റൂമിൽ എടുത്തുകൊണ്ട്. പക്ഷെ നഷ്വ മാം എടുത്ത് അതിന്റെ ഒരു ക്ലാസ് റെക്കോർഡിങ്സിൽ ഐസിറ്റിന്റെ റെക്കോർഡിങ്സിൽ ഉണ്ടായിരിക്കും. നമ്പർ സിസ്റ്റം സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ മാം. ഇനി ഇല്ലെങ്കിൽ അതിന്റെ ഇയാൾ ഏതാ സ്ട്രീം, ഏതാ സബ്ജക്ട് ഏതാ? മെയിൻ ആണോ സെക്കൻഡ് പേപ്പർ ആണോ? ഫോറൻസിക് ആ ആണോ? സെക്കൻഡ് പേപ്പർ ഏതാ? ഫോറൻസിക്. അതില്ല. ഫോറൻസിക് ആണല്ലേ? ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്റെ PPT തന്നാൽ മതി എന്നുണ്ടെങ്കിൽ. PPT കിട്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, നമ്പർ ഇവിടെ കൊടുക്കാം, ഒരു ഹായ് അയച്ചാൽ മതി, ഞാൻ PPT അയച്ചു തരാം. അത് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എത്രാമത്തെയാ? 10th ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അക്കോപ്പുല എന്ന് പറഞ്ഞാൽ ലിങ്ക് വേർഡ്സ് കേട്ടോ, ലൈക്ക് AREs അങ്ങനത്തെ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സ്ലൈഡ് ഹലോ ഓക്കെ മാം. പറഞ്ഞു. അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെ അത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്? രണ്ടാളും മിക്സ് ആയി ചോദിച്ചോണ്ട് എനിക്ക് മനസ്സിലായില്ല. ആ തേർഡ് ക്വസ്റ്റ്യന് എങ്ങനെ ഡിഡക്റ്റീവ് ആണെന്ന് മനസ്സിലായി ആ സെന്റൻസ്? നമുക്ക് ബാക്കിയുള്ളതിനൊന്നും ഒരു ഡിഡക്റ്റീവിന്റെ ഫീച്ചർ ഇല്ലടോ. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നോക്കിയോ, സ്ക്രീൻ എക്സ്പോഷർ among children at a very early stage affects their psychological health. Therefore, we should not exposure our children to digital gadgets. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഫീച്ചർ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ കാണാൻ പറ്റുണ്ടോ? ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി അടുത്ത് നോക്കിയേ, സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ. Therefore, we should not smoke. സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ. അപ്പൊ ഇവിടെ ഈ ജനറൽ ടു സ്പെസിഫിക് എന്നുള്ളത് കണ്ടീഷൻ ശരിയാ, പക്ഷെ നമുക്ക് ഇവിടെ എന്തില്ല? മേജർ, മൈനർ, കൺക്ലൂഷൻ, ആ ഒരു ഫോർമാറ്റ് ഇതിനില്ല. ഇവിടെ നോക്കിയേ, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് then the ground is wet, മേജർ ആയി. ഇറ്റ് ഈസ് റെയിനിങ്, മൈനർ ആയി. therefore the ground is wet, കൺക്ലൂഷനും ആയി. ഈ പറഞ്ഞ സ്ട്രക്ചറിലല്ലേ ആ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? സി ആണ് ആൻസർ എന്ന് മനസ്സിലാവും. അതായത് ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എല്ലാം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതിനാണ് ഉള്ളത് എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പൊ പറയാട്ടോ, ഒറ്റ മിനിറ്റ് ചെയ്യണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനില് പറഞ്ഞില്ലേ? ഞാൻ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ, കുറച്ച് നേരം കുട്ടി ചോദിച്ചിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, അതിന്റെ പ്രോസസ് ആണ്. ഇതാണ് എക്സാക്റ്റ് ആ പ്രോസസ്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. സെക്കൻഡാ അതാ ക്വസ്റ്റ്യൻ. അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി ആരോ ഒരാളിനോട് വേറെ ഏതോ ചോദിച്ചല്ലോ. ഞാൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിൽ AEIOയുടെ A എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ? ട്രൂ ആണ്. A എന്ന് പറഞ്ഞാൽ ട്രൂ അല്ല, A എന്ന് പറഞ്ഞാൽ ഓൾ. ലീവ് ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തവരൊക്കെ ലീവ് ചെയ്തോളൂ. ഞാൻ ക്ലാസ് തീർത്തു, ബാക്കി മതി. ഇതാണ് കേട്ടോ. ഇതില് ട്രൂത്ത് ടേബിളില് A ട്രൂ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ടേബിൾ പരിഗണിക്കുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, അപ്പൊ ബാക്കിയുള്ളത് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾസ് ടേബിൾ പരിഗണിക്കുക. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. A എന്ന് പറഞ്ഞാൽ ഓൾ, E എന്ന് പറഞ്ഞാൽ നോ, I എന്ന് പറഞ്ഞാൽ സം, O എന്ന് പറഞ്ഞാൽ സം നോട്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ സം നോട്ടൊക്കെ നമ്മൾ ഓപ്ഷൻ എന്നാണോ നമ്മൾ ഇതിന്ന് മാച്ച് ചെയ്തെടുക്കുക? ഓപ്ഷൻ ആണോ നമ്മൾ നോക്കേണ്ടത്? അതിനാണോ ഈ സം നോട്ട്, നോ, ട്രൂ, ഓൾ എന്നൊക്കെ പറയണത്? ഇല്ല, ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടോ, സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ അപ്പൊ സം നോട്ടിന്റെ ഏതാ?
ഓയാണ്. ഇത് തെറ്റാണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ ശരിയാകും? ഓൾ ഉണ്ട്, നോ ഉണ്ട്, സം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓള് ട്രൂ ആകും, നോ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇത് ആൻസർ വരില്ല. ദെൻ ഐ ട്രൂ ആകും. അപ്പൊ ഏതൊക്കെ ഇവിടെ ട്രൂ ആകും? ഓളും സമ്മും ട്രൂ ആവും. ക്ലാസ് കേൾക്കാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ തീർത്ത് പറയാം. കാരണം ഇതിന്റെ ഒരു ബേസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കിട്ടൂല. അത് അനീസ് സാറിന്റെ ഏതിലാ കിടക്കുന്നത്? ലോജിക്കൽ എന്റെ റീസണിംഗിലാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും. സാർ പൊതുവെ ഇത് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല്, അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ. ഓക്കെ, ഒന്ന് താങ്ക് യു. നോക്കുവോ? ഒന്ന് പറയാവോ? ഇവിടെ ഞങ്ങള് ranges- പറയുന്നത് അമീന പറയുന്നത്, രണ്ടാള് പറയുന്നത് എനിക്ക് ക്ലിയർ ആവില്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുവോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇന്നത്തെ JRF ക്ലാസ്സിലുണ്ട് എന്നാ പറയണത്. ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലെ പ്രെഡിക്കേറ്റിനെയും സബ്ജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡിന് എന്താ പറയാന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് മേജർലി 3 പാർട്ടാണ് ഉണ്ടാവുക. ഒരു സബ്ജക്റ്റ്, ഒരു പ്രെഡിക്കേറ്റ്, പിന്നെ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന കോപ്പുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്. അപ്പൊ ആസ് പെർ നമ്മുടെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്തായിരിക്കും? കോപ്പുല. ഇതാണ് ഒന്നാമത്തത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അനലോജിക്കൽ റീസണിങ്ങിന്റെ പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അറിയാത്തൊരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കും. പേപ്പർ 1 കോഴ്സ് അത് അത്ര ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് JRF ക്ലബ്ബ് കിട്ടേണ്ടി വരും. സോ അപ്പം ഈ പറയുന്ന പോലെ രണ്ട് സിറ്റുവേഷനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ അനലോജിക്കൽ റീസണിംഗ് എന്ന് പറയാം. അതിൽ സോഴ്സും ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം സോഴ്സ്, അറിയാത്ത കാര്യം ടാർഗറ്റ്. ഇതിനെ തമ്മിൽ ആദ്യം ഇത് രണ്ടും ആദ്യം നമ്മൾ മനസ്സിലാക്കും. ദെൻ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഈ രണ്ട് സിറ്റുവേഷൻസ്, രണ്ട് സിമിലാരിറ്റി തമ്മിലുള്ള റെലവൻസ് എന്താണെന്ന് മനസ്സിലാക്കും. ദെൻ കൺക്ലൂഷൻ ഡ്രോ ചെയ്യും. ഫൈനലി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ കൺക്ലൂഷന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ട് നോക്കും. ചിലപ്പോൾ വീക്ക് അനലോജി ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് അനലോജി ആയിരിക്കും. ഇതിന്റെ റെക്കോർഡിംഗ്സ് ആപ്പിൽ അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ ക്ലാസ് കേട്ടാൽ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? ഒരു എഫക്റ്റ് കണ്ടിട്ട് നമ്മൾ അതിന്റെ കോസ് എന്താന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ അനുമാനിച്ചെടുക്കുകയാണ്. അപ്പൊ അത് ഇതിലാ വരിക? അനുമാന എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ടേം ഇൻഫറൻസ്. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇൻഫറൻസ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. മിനിറ്റ്. നേരത്തെ നമ്മള് ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ റോള് പറഞ്ഞു. അപ്പൊ ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ റോൾ എന്താണെന്ന് പറയാം. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇൻഡക്റ്റീവ് റീസണിങ് നിങ്ങൾ ആകെ ഒരു കാര്യം നോക്കിയാൽ മതി. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണോ ജനറൽ ആയിട്ടുള്ള കാര്യത്തേക്ക് പോകുന്നത് നോക്കുക. അപ്പൊ ഇതാ ഈ തന്നിരിക്കുന്നതിൽ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റീസൺ ആണോ? അതെ അതെ. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരും. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസിൽ നിന്ന് ജനറൽ ആയിട്ടിലേക്ക് പോകും. ഇവിടെ ഈ തന്നിരിക്കുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻഡക്റ്റീവ് ആണ്. ഇവിടെ കണ്ടോ? All ducks that have been observed have been white. Therefore, ഇതന്നെ ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു പെർട്ടിക്കുലർ. അതെ. അപ്പോ ഇവിടെ കണ്ടോ? All ducks that have observed has been white. എല്ലാ ഡക്കും വെള്ളയാണ്. അല്ല, ഞാൻ കണ്ട എല്ലാ ഡക്കും വെള്ളയാണ്. അതുകൊണ്ട് എന്താണ് എല്ലാ ഡക്കും വെള്ളയാണ് എന്ന് പറയാണ്. മനസ്സിലായോ? അതിന്റെ റൂള് ഇതിൽ പറഞ്ഞ പോലെ എങ്ങനെ പറയാ? പ്രിമൈസ് ശരിയാണെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കും? അങ്ങനെ പറയുമ്പോ അത് ഡിഡക്റ്റീവിന് മാത്രമുള്ള ഫീച്ചറാ. അത് നമുക്ക് ഇൻഡക്റ്റീവിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടിനും രണ്ട് റൂളാണ്. അതാ ഞാൻ പറഞ്ഞത്. സ്പെസിഫിക്കിൽ നിന്നും ജനറലിൽ നിന്നും നിങ്ങൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ഇങ്ങനെ നോക്കിയാൽ മതി. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും സ്പെസിഫിക്കിലേക്കാണ് പോകുന്നത് എങ്കിൽ ഡിഡക്റ്റീവ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ഇൻഡക്റ്റീവ്. ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ന്യൂട്ടന്റെ ഗ്രാവിറ്റി ലോ എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോ ആണ്. കാരണം അദ്ദേഹം ആപ്പിൾ താഴേക്ക് വീഴുന്നതാണ് ആദ്യം കണ്ടത്. പിന്നീട് എല്ലാ മരത്തിന്റെ പുറത്തുനിന്നും എല്ലാ പഴങ്ങളും താഴേക്ക് വീഴുന്നത് കണ്ടു. പിന്നെ എല്ലാ സാധനവും താഴേക്ക് വീഴുന്നത് കണ്ടു. അവസാനം മൂപ്പർ എന്ത് അനലൈസ് ചെയ്തു? എല്ലാ സാധനങ്ങളും ഗ്രാവിറ്റി കാരണം മേലെ നിന്നും താഴേക്കാണ് വീഴുന്നത് എന്ന് കണ്ടെത്തി. അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്? ജനറൽ ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ടാക്കിയത്. മനസ്സിലായോ? അതാണ് ഇൻഡക്റ്റീവ്. ഇനി ഇവിടെ നോക്കിയേ, മഴ പെയ്യണത് കണ്ടു. മഴ പെയ്യുമ്പോ ഒക്കെ എല്ലായിടത്തും നനയുണ്ട്. അപ്പൊ എവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടോ അതൊക്കെ മഴ കൊണ്ടിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നതാണ് ഡിഡക്റ്റീവ്. ക്ലിയർ ആയോ? ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കൊണ്ടുവരിക, ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ ആലോചിച്ചാൽ അപ്പൊ ഇതിന് റൂളില്ല മറ്റേനെ പോലെ. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന് മാത്രമുള്ള ചില ഫീച്ചേഴ്സ് ആണ് അത് വരിക. ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇതത്
നമുക്ക് ആ രണ്ടിനെയും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണത്. ജനറൽ ടു സ്പെസിഫിക്കും സ്പെസിഫിക് ടു ജനറലും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. 8ന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കാണിച്ചു തരുമോ? 8ന്റെ എക്സ്പ്ലനേഷൻ 5th ഞാൻ ഇപ്പൊ കാണിക്കാട്ടോ. ജസ്റ്റ് 2 minutes. ഓക്കെ അല്ലേ? ഇതാണ് 5th ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ ഡൗട്ടോ? 5th ക്വസ്റ്റ്യൻ ഒന്നും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാനാണെങ്കിൽ ഓക്കെ, ഡൗട്ട് ഉണ്ടാവരുതേ. കൺവെർട്ടേഷൻ ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ മതി കൺവെർട്ടേഷൻ മനസ്സിലാവാൻ. കൺവെർട്ടേഷനും ഇന്റൻഷനും സെയിം ആണ്, എക്സ്റ്റൻഷനും ഡിനോട്ടേഷനും സെയിം ആണ്. ഓക്കെ, താങ്ക് യു മാം. എന്താണ്? ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പം ഓൾ ഓഫ് യു നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.